യൗവനം തിരികെ നേടാനായി സ്വന്തം മകനുമായി വിലപേശിയ ഒരു രാജാവുണ്ടായിരുന്നു, യയാതി മഹാരാജാവ്. തന്റെ ഭക്തിയും ധർമ്മവും കൊണ്ട് ദേവന്മാരെപ്പോലും അത്ഭുതപ്പെടുത്തിയവൻ. എന്നാൽ ഒരു ശാപം അദ്ദേഹത്തെ വൃദ്ധനാക്കി മാറ്റി. യൗവനം നഷ്ടപ്പെട്ടതിൽ ദുഃഖിതനായ യയാതി തന്റെ മക്കളോട് യൗവനം കടം തരാൻ ആവശ്യപ്പെട്ടു. മൂത്ത പുത്രന്മാർ അതിന് തയ്യാറായില്ല. ഒടുവിൽ ഇളയ മകനായ പുരു തന്റെ യൗവനം പിതാവിന് നൽകി. പുരുവിന്റെ ത്യാഗം യയാതിയെ അത്ഭുതപ്പെടുത്തി. 1000 വർഷം യൗവനത്തോടെ രാജ്യഭരണം നടത്തിയ ശേഷം യയാതി പുരുവിന് യൗവനം തിരികെ നൽകി രാജ്യം അവനെ ഏൽപ്പിച്ച സന്യാസത്തിന് പോയി. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. യയാതിയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഇന്ദ്രൻ അദ്ദേഹത്തെ പരിഹസിച്ചു. താൻ ആരെയും സന്തോഷിപ്പിച്ചിട്ടില്ലെന്നും അതിനാൽ സ്വർഗത്തിനർഹനല്ലെന്നും ഇന്ദ്രൻ പറഞ്ഞു. അത് കേട്ട് യയാതി സ്വർഗമുപേക്ഷിച്ച് തപോവനത്തിലേക്ക് പോയി. അവിടെ അഷ്ടകൻ, ശിവൻ, വസുമാനൻ തുടങ്ങിയ പുണ്യവാളന്മാരെ കണ്ടുമുട്ടി. അവരുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകി യയാതി വീണ്ടും സ്വർഗം നേടി. അവസാനം പുരുവിന്റെ ത്യാഗവും യയാതിയുടെ വിവേകവും അവനെ മോക്ഷത്തിലേക്ക് നയിച്ചു എന്നോർക്കുക. കൂടുതൽ ഇതിഹാസ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.